മാലിന്യത്തിൽ മുങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന എറണാകുളം തൃക്കാക്കര നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നഗരസഭ നിർമ്മിച്ച പ്ലാന്റിൽ നിന്ന് മലിനജലം റോഡിലേക്ക് ഒഴുകുകയാണ്. പല തവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാതെ വന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ. 2023-24 കാലത്ത് നഗരസഭാ മാർക്കറ്റിലെ കച്ചവടക്കാരുടെ മലിനജലം സംസ്കരിക്കാനാണ് തൃക്കാക്കര നഗരസഭ 38 ലക്ഷത്തോളം രൂപ മുടക്കി മാർക്കറ്റിന് സമീപം മലിനജല സംഭരണി പണികഴിപ്പിച്ചത്. എന്നാൽ നഗരസഭയുടെ അനാസ്ഥ മൂലം ഈ പ്ലാന്റ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായിരിക്കുകയാണ്. പ്ലാന്റിൽ നിന്ന് മലിനജലം കാണുകൾ വഴി റോഡിലേക്ക് ഒഴുകിയതോടെ നാട്ടുകാർ പലതവണ നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. പകർച്ചവ്യാധികൾ ഈ മഴക്കാലത്ത് വരാനുള്ള മെയിൻ സാഹചര്യം തന്നെ ഇങ്ങനെയുള്ള മലിനജലം ഈ കാണയിലും വീടുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ്. പ്രദേശവാസികൾക്ക് ഇവിടെ ഇപ്പൊ ഈ വെള്ളം മൊത്തം പോണത് ഈ കാണയിലേക്കാണ്. ഈ കാണയിൽ വന്നിട്ട് റോഡിലേക്ക് പോകും, സുരഭിനഗർ ആ ഭാഗത്തേക്ക് പോകും. ഇതേ മുനിസിപ്പാലിറ്റി ഇതിന് കൃത്യമായ ഒരു നടപടി എടുക്കണം, മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഡെങ്കുവും മലേറിയയും അടക്കം പകർച്ചവ്യാധികൾ എറണാകുളം ജില്ലയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തതും തൃക്കാക്കരയിലാണ്. മലിനജല സംസ്കരണ പ്ലാന്റിൽ നിന്നും മലിനജലം റോഡിലേക്കും ജനവാസ മേഖലയിലേക്കും ഒഴുകുന്നത് മൂലം കാക്കനാട്, സുരഭിനഗർ, IMG എന്നിവിടങ്ങളിൽ ജനങ്ങൾ ദുരിതത്തിലാണ്. മാലിന്യം ഒഴുകുന്നത് മൂലം പ്രദേശത്ത് ദുർഗന്ധത്തിനു പുറമെ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാൻ കാരണമാകുന്നു. നഗരസഭ ലക്ഷങ്ങൾ മുടക്കി പണികഴിപ്പിച്ച പ്ലാന്റിൽ നിർമ്മാണത്തിലെ പോരായ്മ മൂലം ശരിയായ രീതിയിൽ മാലിന്യം സംസ്കരിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത്. ജനം, കൊച്ചി.